ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീം ആട്ടോ. ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാല് തിളപ്പിച്ചിട്ട് കുറേ ദിവസത്തെ പാൽപ്പാട് കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഫ്രഷ് ക്രീം എങ്ങനെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാല് തന്നെയാണ് കേട്ടോ. പാലിനകത്ത് ഒരു 3 ഐറ്റം കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഫ്രഷ് ക്രീം ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. ഈ ഫ്രഷ് ക്രീമിന് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്രഷ് ക്രീമിൻ്റെ സെയിം ടേസ്റ്റുമാണ്, മണവും ഉണ്ട്, ടെക്സ്ചറും ആണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്തുണ്ടാക്കുന്ന എല്ലാ കറികളിലും യൂസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 250 ml ഒരു കപ്പ് പാല്, ഫുൾ ഫാറ്റിൻ്റെ പാലാട്ടോ. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഈ കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പാല് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം ആ കലക്കിയെടുക്കാനായിട്ട്. നമ്മൾ കോൺഫ്ലോർ പാലിൻ്റെ അകത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പാല് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ പാലിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. പാല് തിളച്ചിട്ടുണ്ട്. പാല് തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പാലൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ പാല് നന്നായിട്ട് വെന്ത് വരും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഫാറ്റിൻ്റെ പാല് തന്നെ വേണം കേട്ടോ. സ്കിംഡ് മിൽക്ക് എടുക്കരുത്. അതെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് ഫുൾ ഫാറ്റിൻ്റെ പാലായതുകൊണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ കരിഞ്ഞു പിടിക്കും കേട്ടോ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കാൻ പറയണത്. അപ്പോൾ ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബട്ടർ. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും മതി കേട്ടോ. ബട്ടർ ഒന്ന് അലിയണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലോർ. അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് ഇത് മിക്സ് ചെയ്യുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അടിഞ്ഞിരിക്കുമായിരിക്കും. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും. അതൊരു 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇളക്കി വെച്ചാൽ മതി കേട്ടോ. എന്നുവെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കുറുകും. നമ്മുടെ പാല് നല്ല തിക്കായിട്ടുണ്ടേ. ആ 1 മിനിറ്റ് തിളപ്പിക്കാൻ പറയണമെന്ന് വെച്ചാൽ ആ കോൺഫ്ലോർ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഇളക്കൽ നിർത്തരുത് കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതുപോലെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. എത്രയും ചെറുതാക്കാവോ അത്രയും നല്ലത്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല തിക്കായിക്കോട്ടെ. ഇത് കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊന്ന് ഇളക്കണം കേട്ടോ. ഇത് നമുക്ക് ഈ സ്റ്റൗവിൻ്റെ പുറത്തുനിന്ന് മാറ്റാം. സ്റ്റൗ ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ, അത് പിന്നെയും കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ നല്ലൊരു തിക്ക് ക്രീമി പരുവായിട്ടുണ്ട് കണ്ടോ. ഇതാട്ടോ അതിൻ്റെ ടെക്സ്ചർ. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ചൂടാറിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് അടയ്ക്കുക. ഇതൊരു ഫ്രീസറിൽ 1 മണിക്കൂർ നേരം വെക്കുക. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ ആയിട്ടില്ല. ഇതിപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ ഇങ്ങനെ ഒരു പിരിപിരാന്നിരിക്കുക, ഒരു സ്മൂത്തി ടെക്സ്ചർ വന്നിട്ടില്ല കേട്ടോ. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറോ ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്രഷ് ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. ഞാൻ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇതൊന്ന് അടിച്ചെടുക്കാം. ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ തെറിച്ചേക്കുന്നതൊക്കെ ഒന്ന് നടുക്കോട്ടൊക്കെ ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല ഒരിങ്ങനെ പതഞ്ഞ് ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഇതുണ്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രഷ് ക്രീം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം.
കണ്ടെയ്നറിലാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല, ഇത് തട്ടിലാട്ടോ വെക്കേണ്ടത്. നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ ചീത്തയാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. സാധാരണ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്ന എല്ലാ കറികളിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ ഇത് വെച്ചുള്ള റെസിപ്പി നമുക്ക് അടുത്ത ദിവസം കാണാം.